നമസ്കാരം. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് ശുപാർശ. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രമോദിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടാണ് നടപടി. CITU ഭാരവാഹിയായ യുവനേതാവ് PSC അംഗത്വം നൽകാനായി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 22 ലക്ഷം കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു. റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി. മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ MLAമാരായ KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വിവരങ്ങൾ പുറത്തായത്. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന പരാതി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതോടെ ആരോപണ വിധേയനായ യുവ നേതാവിനെതിരെ CPM നടപടിക്കും. പാർട്ടി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായ പ്രമോദ് കോട്ടൂളിയെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനാണ് തീരുമാനം. ഇക്കാര്യം ചർച്ച ചെയ്യാനായി തിങ്കളാഴ്ച ചേരാനിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നില്ലെങ്കിലും പെട്ടെന്ന് തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടെന്നും ഇതിൽ 22 ലക്ഷം കൈപ്പറ്റിയെന്നുമാണ് പരാതി. മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി പാർട്ടി അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇടപാട്. ജില്ലയിലെ മറ്റു ചില നേതാക്കളുമായുള്ള ബന്ധവും ഇതിനായി ഉപയോഗിച്ചെന്നും പരാതിയിലുണ്ട്. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇടപാടിന്റെ കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. പണം തിരിച്ചുകൊടുത്ത് പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് വിവരം പുറത്തുവന്നത്. ഇടപാടിന് പിന്നിൽ പ്രമോദ് തനിച്ചല്ലെന്ന സംസാരം പാർട്ടി വൃത്തങ്ങളിലുണ്ടെങ്കിലും മറ്റാരുടെയും പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ആരോപണ വിധേയനായ പ്രമോദ് കോഴിക്കോട്ടെ 2 പ്രധാന നേതാക്കളുടെ അടുത്തയാളാണെങ്കിലും ഇവരിലേക്കും അന്വേഷണം എത്തിയില്ല. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒത്തുതീർപ്പ് ശ്രമം വിജയത്തിലേക്ക് എത്താറായപ്പോൾ കോഴ വാങ്ങിയ വിവരം പുറത്തു വന്നതിനു പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആരോപണ വിധേയൻ ജില്ലയിലെ 2 നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചിഴച്ചതിന്റെ കാരണവും ഇതുതന്നെയാണെന്നാണ് കരുതുന്നത്. എന്നാൽ PSC അംഗത്വത്തിന് ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും ആരിൽ നിന്നും പണം വാങ്ങിയില്ലെന്നും പ്രമോദ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ലെന്നും വിശദീകരിച്ചു. നടക്കുന്നത് തെറ്റായ പ്രചരണം, നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. തന്നെ ആവശ്യമില്ലാത്ത വാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അതിന്റെ ലക്ഷ്യമെന്താണെന്ന് ജനങ്ങൾക്കറിയാം. എല്ലാ അതിരുകളും കടക്കുമ്പോൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.